ഹലോ ഗായ്സ് വാട്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് എന്ന് ഞാൻ പറയുന്നില്ലടാ. അവിടെ നമുക്ക് എന്താ ഒരുമിച്ചിരുന്ന് പഠിക്കടാ. ഇന്നത്തെ ഫുൾ മാർക്ക് സീരീസ് അഥവാ 16/16 സീരീസിൽ നമ്മൾ കവർ ചെയ്യാൻ വന്ന ടോപ്പിക് എന്താ? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ A to Z ക്വസ്റ്റ്യൻസ്. ഈ A to Z ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ്, തിയറി ക്വസ്റ്റ്യൻസ് ആൻഡ് എസ്പെഷ്യലി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ഇതിൽ ഞാൻ ലാസ്റ്റ് ചെയ്യുന്ന 4 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ എന്താക്കുക, കംപ്ലീറ്റ് ഇരുന്ന് കാണാം. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്, ഈ 16/16 സീരീസിനെ നിങ്ങൾ ഫുൾ മാർക്ക് സീരീസിനെ എങ്ങനെ കാണണം? നിങ്ങൾ ആദ്യം ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്റെ എന്ത് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം. ഞാൻ അതെന്താക്കിയിടാ, ഈ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അതാകെ 3 മണിക്കൂറായുള്ളൂ. ആ 3 മണിക്കൂർ നിങ്ങൾ എന്താക്കുക, കംപ്ലീറ്റ്ലി ഇരുന്ന് പഠിക്കുക. നോട്ടൊക്കെ എഴുതി വൃത്തിക്ക് ഇരുന്ന് പഠിച്ചതിന് ശേഷം അതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു A4 ഷീറ്റ് എടുക്കുക, എന്താക്കുക, നിങ്ങൾ ഒരു കുപ്പി വെള്ളം സൈഡിൽ വെക്കുക. എന്നിട്ട് എന്താക്കുക, ഒന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതും. അത് നിങ്ങൾ എന്താക്കുക, ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലത്. പറ്റിയില്ലെങ്കിൽ എന്താക്കുക, അത് മാറ്റിയിട്ട് എന്താക്കുക, നിങ്ങൾ ആൻസർ നോക്കുക. എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്, നിങ്ങൾ എന്താവും, കൺസെപ്റ്റ് പഠിച്ചു, തിയറി പഠിച്ചു, ന്യൂമറിക്കൽസ് ചെയ്തു, പ്രോബ്ലംസ് ചെയ്തു. നിങ്ങൾ എക്സാമിന് വേണ്ടി വെൽ പ്രിപ്പയർഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താവും, മാർക്കൊക്കെ ഈസി ആയിട്ട് ഒഴുകിപ്പോരും. ഞാൻ ഒരിക്കലും മാർക്കിന് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നല്ല നിങ്ങളാ, ബട്ട് നമ്മൾ പഠിച്ചതിനുള്ള നമ്മൾ എന്താക്കണം, അതിനുള്ള അച്ചീവ്മെന്റ് നമ്മൾ അർഹിക്കുന്നുണ്ട്. സോ മാർക്ക് നമ്മൾ അർഹിക്കുന്നത് ക്വസ്റ്റ്യൻ ചെയ്യാതെ പോക്കിക്കളയരുത്. സോ എന്ത് ചെയ്യുക, വൃത്തിക്കിരുന്ന് പഠിക്കുക. പിന്നെ ഞാൻ വെള്ളം വെക്കാൻ പറഞ്ഞത് എന്തിനാ, എന്താക്കുക, വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാലേ നമ്മുടെ മൈൻഡ് എപ്പോഴും റീഫ്രഷ് ആവും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് തലയിലേക്ക് കാറ്റാണ് വേണ്ടത്, അല്ലാണ്ട് ഉള്ളത് തലയിൽ നിന്ന് ഇറക്കി കളയല്ല. സോ നമ്മൾ എന്താക്കണം, വെള്ളമൊക്കെ കുടിച്ച് പെർഫെക്റ്റ് ആയിരിക്കുക ആൻഡ് പാട്ടൊക്കെ കേൾക്കുക, ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് പഠിക്കണം. അല്ലാതെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ആയിട്ട് 2-3 മണിക്കൂർ ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ഒന്നും ആവണ്ട. ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് എന്താക്കുക, റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്, തലയിൽ പെർഫെക്റ്റ് ആയിട്ട്. കാരണം ഞാൻ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കൂടുതൽ ബ്ലാ 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 ഒന്നും പറയുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോയി കൂടാ. ലെറ്റ്സ് ഗോ. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് അമംഗ് ദ ഫോളോയിങ് പോസസ് ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളതെന്ന് പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക. ചെയ്തവരാണ് എങ്ങോട്ടേക്ക് വാടാ, ഏതാടാ, സിൽവർ ആണോ, കോപ്പർ ആണോ, വാട്ടർ ആണോ, സ്റ്റീൽ ആണോ? യെസ്, വെരി ഗുഡ്, വാട്ടർ. നമുക്ക് എന്തായി, 1 മാർക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം സൺ ടു എർത്ത്? സണ്ണിൽ നിന്നും എർത്തിലേക്ക് വരുന്ന മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? യെസ്, വെരി ഗുഡ്, റേഡിയേഷൻ. നമ്മൾ കുട്ടിക്ക് ഇതൊക്കെ സിമ്പിൾ ആണ്, അവരൊക്കെ എളുപ്പത്തിൽ ചെയ്യും. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി സ്റ്റോപ്പ് റേഡിയേറ്റിംഗ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അബ്സൊല്യൂട്ട് ടെമ്പറേച്ചറിന്റെ മുകളിലുള്ള ഏതൊരു ബോഡിയും എന്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഏത് ടെമ്പറേച്ചറിലായിരിക്കും അത് സ്റ്റോപ്പ് ആവുക? യെസ്, absolute temperature. At absolute temperature absolute temperature എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0 കെൽവിൻ അഥവാ -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇനി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്താന്ന് എഴുതി കൂടെ, അതിന്റെ വാല്യൂസ് എന്താന്ന് എഴുതി കൂടെ. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമ്മളെ കുട്ടികൾ പക്കായിട്ട് എഴുതും. അടുത്ത, ഡാഷ് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ഹീറ്റ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്താടാ, കലോറിമെട്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹീറ്റിന്റെ മെഷർമെന്റിനെ പറ്റി പഠിക്കുന്ന പറയുന്ന പേരാണെന്ത്, കലോറിമെട്രി. അങ്ങനെയാണെങ്കിൽ ഹീറ്റിന്റെ ഡിവൈസ് എന്തായിരിക്കും? യെസ്, കലോറിമീറ്റർ. സിമ്പിൾ. സോ കലോറിമെട്രി എന്താന്ന് ചോദിച്ചാലും എഴുതാം, കലോറിമീറ്റർ എന്താന്ന് ചോദിച്ചാലും എഴുതാം. ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഡയറക്ട്ലി സോളിഡ് ടു ഗ്യാസിലേക്കും ഗ്യാസിൽ നിന്ന് സോളിഡിലേക്കും ഡയറക്ട്ലി ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്തായിരുന്നു? യെസ്, വെരി ഗുഡ്. ഇതെന്തായിരുന്നു? സബ്ലിമേഷൻ. അല്ലെങ്കിൽ ഇതെന്തായിരുന്നു? ഡെപ്പോസിഷൻ അഥവാ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ഡീസബ്ലിമേഷൻ. ഇതൊക്കെ എക്സാമിന് ചോദിക്കൂട്ടോ, 1 മാർക്കിന്. സോ നമ്മൾ എന്താ, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്താ സിമ്പിൾ ചെയ്യുന്നതെന്ന്. സിമ്പിളിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, ഡിഫിക്കൽട്ടിലേക്ക് പോവാം. ലാസ്റ്റ് ഞാൻ ചെയ്ത 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മൾ പഠിച്ച തിയറി ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. അത്രയും ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ച കാര്യമൊക്കെ അതിലങ്ങ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമില്ല. ആ സുഖം നിങ്ങൾക്ക് ലാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽസും ആണ് ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന്. സോ നമുക്ക് അടുത്തയിലേക്ക് പോവാം. എന്നിട്ട് മെല്ലെ നമ്മൾ സ്റ്റെപ്പ് മെല്ലെ പഠിച്ചാൽ വിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാം. എളുപ്പമല്ലേ? അടുത്ത, റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ, ഗാമ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ തമ്മിലുള്ള എന്ത് റിലേഷൻ നമുക്കറിയാം? 1:2:3.
പക്ക അല്ലേ? എളുപ്പമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സോളിഡ്സ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഇൻക്രീസ് വിത്ത് ഡാഷ് ടെമ്പറേച്ചർ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ സോളിഡ്സിൽ എന്തായിരുന്നു? ഇൻക്രീസ് വിത്ത് യെസ് വെരി ഗുഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ എളുപ്പം, കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത ഗീവ് ഓൺ എക്സാമ്പിൾ ഫോർ ഈച്ച് നാച്ചുറൽ ആൻഡ് ഫോഴ്സ്ഡ് കൺവെൻഷൻ. നമ്മൾ കൺവെൻഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നാച്ചുറൽ, ഒന്ന് ഫോഴ്സ്ഡ്. സോ നാച്ചുറൽ നമ്മൾ പഠിച്ച എക്സാമ്പിൾ എന്തായിരുന്നു? യെസ് ലാൻഡ് ബ്രീസ് ആൻഡ് എന്താ ഒന്നുകൂടി വേണേ എഴുതിക്കോ, സീ ബ്രീസ്. ഈ ലാൻഡ് ബ്രീസ് എന്തായിരുന്നു? ലാൻഡിൽ നിന്നും പകല് എന്ത് സംഭവിക്കുന്നുണ്ട്? അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ലാൻഡിൽ നിന്ന് നൈറ്റാണ് ലാൻഡ് ബ്രീസ് സംഭവിക്കുന്നത്. സീ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് സംഭവിക്കുന്നതാണ്. കടലിൽ നിന്നും കരയിലേക്ക് വരുന്നതിന് സീ ബ്രീസ് എന്നും പറയും. കരയിൽ നിന്നും കടലിലേക്ക് പോകുന്നതിന് എന്ത് പറയും? ലാൻഡ് ബ്രീസ് എന്ന് പറയും. പക്ക അല്ലേ? അടുത്ത ഫോഴ്സ്ഡ് കൺവെക്ഷൻ എക്സാമ്പിൾ എന്തായിരുന്നു? എളുപ്പം. നമ്മൾ ഹ്യൂമൻ ഹേർട്ട് ചെയ്യുന്ന പരിപാടി ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. എളുപ്പം, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഇത്രയും സെറ്റല്ലേ? നമുക്ക് എന്താക്കാം? ഇനി അടുത്ത ലെവലിലേക്ക് പോയി കൂടാ. നിങ്ങൾ ഇതൊക്കെ വൃത്തിക്ക് എഴുതിയെടുക്കുക. പോസ് ചെയ്ത് തന്നെ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത ലെവലിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ലെവൽ 2ന്റെ അകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടാ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വൈ ഈസ് വാക്വം ക്രിയേറ്റഡ് ബിറ്റ്വീൻ 2 ഗ്ലാസസ് വാൾ ഓഫ് തെർമൽ ഫ്ലാസ്ക്? ഈ തെർമൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധാ ചൂടുവെള്ളം നിർത്തുന്ന സാധാ ഫ്ലാസ്ക്, അതാണ് തെർമൽ ഫ്ലാസ്ക്. അതിന്റെ 2 ഗ്ലാസിന്റെ ഇടയിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? വാക്വം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റിന് 3 മോഡ്സ് ഉണ്ട്: കണ്ടക്ഷൻ, കൺവെൻഷൻ ആൻഡ് റേഡിയേഷൻ. ഈ കണ്ടക്ഷനും കൺവെൻഷനും എന്ത് വേണം? മീഡിയം വേണം. സോ വാക്വം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മീഡിയം ഇല്ല. സോ എന്ത് പറ്റും? അവിടെ കണ്ടക്ഷനും കൺവെൻഷനും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കാരണം മീഡിയം വേണമല്ലോ. സോ കണ്ടക്ഷൻ കൺവെൻഷനും ഇല്ല, അപ്പൊ ഹീറ്റ് ലോസ് ഇല്ല. അപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളത്തിന്റെ ഹീറ്റ് അതിൽ തന്നെ ഉണ്ടാവും. സോ അതിന്റെ ആൻസർ എന്നാ? ടു പ്രിവെന്റ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെൻഷൻ. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വൈ വി വിയർ വൈറ്റ് ഓർ ലൈറ്റ് കളർ ക്ലോത്ത്സ് ഇൻ സമ്മർ കാലഘട്ടത്തിൽ, ചൂട് കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് ലൈറ്റ് കളർ ഡ്രസ്സ് ഉപയോഗിക്കുന്നത്? അതൊരു കളർ തിയറിയാണ്. ഈ ഡാർക്ക് കളർ ഡ്രസ്സ് മോർ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അതേ സ്ഥാനത്ത് വൈറ്റ് കളർ ഡ്രസ്സ് ആ ഡാർക്ക് കളർ അപേക്ഷിക്കുമ്പോൾ ലെസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. സോ ചൂട് കാലത്ത് ലെസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? അത്ര ചൂടെടുക്കത്തില്ല. ഇതിൽ നിന്ന് ഉൾട്ടിയായിട്ട് ക്വസ്റ്റ്യൻ വരും. എന്തുകൊണ്ട് തണുപ്പ് കാലത്ത് കറുത്ത ഡ്രസ്സ് അല്ലെങ്കിൽ ഡാർക്ക് കളർ ഡ്രസ്സ് ഇടുന്നു? എന്തുകൊണ്ട്? അത് മോർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാമാക്കി ഇരിക്കാൻ പറ്റും. സോ അതിന്റെ ആൻസർ എന്നാ? വൈറ്റ് കളർ അബ്സോർബ് ലീസ് ഹീറ്റ് കമ്പയറിംഗ് ടു ഡാർക്ക് കളർ. പക്ക അല്ലേ? സെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. കൺഫ്യൂഷൻ ഉണ്ടാകും, ബട്ട് സിമ്പിൾ ആണ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ കോയിൻസൈഡ്? ഒന്നും മനസ്സിലായില്ലല്ലോ. ഞാൻ പറയുന്നേക്ക്, ഞാനൊരു ടെമ്പറേച്ചർ എടുത്തിട്ട് അതിനെ സെൽഷ്യസ് സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴും ഡിഗ്രി ഫാരനിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴും നമുക്ക് സെയിം വാല്യൂ കിട്ടി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ ഞാനൊരു വസ്തു എടുത്ത് അതിന് സെൽഷ്യസ് സ്കെയിലാണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? ഒരു എക്സ് ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂസ് ആവാം. ആൻഡ് അതിന്റെ ഫാരൻഹീറ്റ് അളന്നപ്പോൾ എനിക്ക് എക്സ് ഡിഗ്രി ഫെയർ എന്ന് കിട്ടി. ഈ വാല്യൂ ഏതാണെന്ന് വെച്ചാൽ സെയിം ആവുന്ന വാല്യൂ ഏതാണെന്ന് എന്നിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് പോകുമ്പോൾ മനസ്സിലായിക്കോളൂ. നമുക്ക് ഈ ഇക്വേഷൻ എഫ് ഈസ് ഇക്വൽ ടു 9c/5 + 32. ഈ ഇക്വേഷൻ അറിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? ഞാനൊന്ന് വെറുതെ പറയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കെയിൽ റീഡിംഗ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് ഇക്വൽ ടു സ്കെയിൽ റീഡിംഗ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ് ഡിവൈഡഡ് ബൈ ബോയിലിംഗ് പോയിന്റ് മൈനസ് മെൽറ്റിംഗ് പോയിന്റ്. സോ ഇതിൽ നിന്നും c/100 ഈസ് ഈക്വൽ ടു f - 32 ഡിവൈഡഡ് ബൈ 180 എന്ന് കിട്ടും. ഇതിൽ 9 പ്രാവശ്യം പോകുന്നുണ്ട്, 100 5 പ്രാവശ്യം പോകുന്നുണ്ട്. സോ c/5 കിട്ടും. ആൻഡ് 9 ഇപ്പുറം വരുമ്പോൾ 9c/5 കിട്ടും. -32 ഇപ്പുറം വരുമ്പോൾ +32 ആവും. സോ f ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഈ വാല്യൂ കിട്ടി. ഈ ഇക്വേഷൻ ഞാൻ കിട്ടുന്ന ട്രിക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അത് ട്രിക്ക് വേണ്ടവരെന്താക്കുക, വീഡിയോ പോവാം. കാരണം ഏത് സ്കെയിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ഞാൻ എന്താക്കിയിട്ടുണ്ട്, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചത് എന്താ? എഫ് ഈസ് ഈക്വൽ ടു സി ആവുന്ന വാല്യൂ ഏതാണ് എന്നല്ലേ ചോദിച്ചത്. സോ എഫിന് പകരം സി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാലോ. അപ്പോൾ ഒരു വാല്യൂ കിട്ടൂലേ? ആ വാല്യൂലായിരിക്കും അത് കോയിൻസൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് എഫിന് പകരം എന്താ കൊടുക്കുക? സി എന്നുള്ള വാല്യൂ ഇത് കൊടുക്കാം. ആൻഡ് 9c/5 + 32. നമുക്ക് ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തൂടെ? സോ +32 ഇപ്പുറം പോകുമ്പോൾ എന്താവും? -32 ആവും. c - 32 ഈസ് ഈക്വൽ ടു 9c/5 എന്നാവും. സോ ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 5 ആവും. 9c ഈസ് ഈക്വൽ ടു 5 × c - 32. സോ ഈച്ച് ആൻഡ് എവറി ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 9c ഈസ് ഈക്വൽ ടു 5c - 32 × 5 എത്രയാണ് വരിക?
160 എന്നാവും. സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഈ 5c ഇപ്പുറത്തേക്ക് കൊണ്ടും സിമ്പിൾ കാൽക്കുലേഷൻ എളുപ്പമല്ലടാ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. 9c - 5c ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? -160 എന്ന് കിട്ടും. സോ 4c ഈസ് ഈക്വൽ ടു -160, c ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുക? -40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -40 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് എന്തടാ? -40 ഡിഗ്രി ഫാരൻ. ഈ വാല്യൂവിൽ മാത്രമേ അത് കോയിൻസൈഡ് ചെയ്യുന്നുള്ളൂ. സോ ഒരു വസ്തുവിന് -40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് -40 ഡിഗ്രി സെൽഷ്യസും -40 ഡിഗ്രി ഫാരൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലാണ് അത് കോയിൻസൈഡ് ചെയ്യുന്ന അർത്ഥം. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? ഈ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യത്തില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൊള്ളാം. വൈ മെറ്റൽ യുറ്റൻസിൽസ് ഹാവ് വുഡൻ ഹാൻഡിൽസ്? ഈ യുറ്റൻസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയില്ലാത്തുള്ള സ്പൂണ്, അത് അങ്ങനെ സാധനമില്ലേ, സാധന സാമഗ്രികളില്ലേ, അതിനാണ് എന്താ പറയുക? യുറ്റൻസിൽസ് എന്ന് പറയാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പിടി എന്തായിരിക്കും? വുഡായിരിക്കും. അതെന്ത് കൊണ്ട് എന്ന് ഞാൻ പറയുന്നു. വുഡ് ഈസ് എ ബാഡ് കണ്ടക്ടർ. ബാഡ് കണ്ടക്ടർ ആണെന്ന് അതിൻ്റെ അർത്ഥം എന്താ? അതിൽ നിന്ന് ഹീറ്റ് മെല്ലെ ഫ്ലോ ചെയ്യും. ഇത് വുഡ് എന്നൊക്കെ പറയാൻ ഭയങ്കര ബാഡാന്ന് പറയാം. അത് വളരെ മെല്ലിയാണ് ഹീറ്റിനെ ഫ്ലോ ചെയ്യിക്കുന്നുള്ളൂ. അതെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ നെഗ്ലക്റ്റ് ചെയ്ത് തന്നെ വേണം. സോ ഇതിന്റെ മെറ്റൽ റോഡിൽ നിന്നും ഹീറ്റ് ഇങ്ങനെ വന്നു ഇവിടെ എത്തി. അതിനുശേഷം വുഡുമല്ല നമ്മൾ പിടിക്കണത്. സോ നമ്മളെ കയ്യിലേക്ക് എന്തെത്തൂല? ഹീറ്റ് എത്തൂല. സോ നമുക്ക് അതിന് ആൻസർ ചെയ്തൂടെ? വുഡ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. സോ വുഡ് ഡസ് നോട്ട് ഹലോ ഹീറ്റ് ഫ്രം ഹോട്ട് യുറ്റൻസിൽ എന്ന് പറഞ്ഞാൽ ആ സ്റ്റീലിന്റെ അറ്റത്തുള്ള യുറ്റൻസിൽ ടു അവർ ഹാൻഡ്. സോ അതുകൊണ്ട് കൈ നമ്മൾ പൊള്ളത്തില്ല. അതുകൊണ്ട് ഈ യുറ്റൻസിൽ ഉപയോഗിക്കുന്നു. ഇതാണ് ഫിസിക്സിന്റെ ബ്യൂട്ടി. നമ്മൾ തിയറി പഠിച്ചത് നമ്മളെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തു. ദാറ്റ്സ് ഐ ലവ് ഫിസിക്സ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ തിയറി ഒക്കെ വെറുതെ പഠിക്കണമല്ല, അതൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കൊടുക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓഫ് കുക്കിംഗ് പാൻസ് ആർ പ്രിഫേർഡ് എക്സ്ട്രാ കോപ്പർ കോട്ടിംഗ് വൈ? എന്തുകൊണ്ട്? ഈ നിങ്ങൾ സ്റ്റീൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില പാത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അടിയിൽ വേറെ കളറിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് ഈ കോപ്പർ കോട്ടിംഗ് കൊടുക്കുന്നത്? കോപ്പർ എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് കണ്ടക്ടറാണ്, വെരി ഗുഡ് തെർമൽ കണ്ടക്ടറാണ്. അതിൻ്റെ അർത്ഥം എന്താ? അത് നല്ലോണം ഹീറ്റിനെ ഫ്ലോ ചെയ്യും. സോ നമ്മൾ നല്ല കുക്കിങ്ങിൽ ബോട്ടം ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ സ്പീഡിൽ ഹീറ്റ് കിട്ടും, കുക്കിംഗ് ഫാസ്റ്റ് ആവും ആൻഡ് ഈസി ആവും. സോ നമുക്ക് എഴുതി കൂടെ? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ഈസ് മച്ച് ലാർജർ ദാൻ സ്റ്റീൽ. Though this copper bottom allows more heat flow, then cooking become easy and fast. സിമ്പിൾ അല്ലേ? ഇത് നമ്മൾ വീണ്ടും തിയറി നമ്മൾ എന്താക്കി റിയൽ ലൈഫിൽ ഉപയോഗിച്ചില്ലേ? ദാറ്റ്സ് ഐ ലവ് ഫിസിക്സ്. ഹൗ ഡസ് ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ചേഞ്ചസ് വിത്ത് പ്രഷർ? പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെ മെൽറ്റിംഗ് പോയിന്റിലും ബോയിലിംഗ് പോയിന്റിലും എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് കൂടുമ്പോൾ എന്ത് കൂടും? പ്രഷർ കൂടുമ്പോൾ എന്ത് കൂടും? ബോയിലിംഗ് പോയിന്റ് കൂടും. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അതേ സ്ഥാനത്ത് പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയും, പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയും. അതെങ്ങനെ ഓർത്ത് വെക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. എങ്ങനെ ഓർത്ത് വെക്കണം? ഇപ്പം ബോയിലിംഗ് പോയിന്റിന്റെ BP നമ്മൾ എഴുതും, പ്രഷറിനെ P എന്ന് എഴുതും. സോ പ്രഷർ കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടുന്നതെന്ന് ആലോചിച്ചാൽ മതി. BP എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് പ്രഷറാണ്. ബട്ട് ഈ കേസിൽ ബോയിലിംഗ് പോയിന്റാ. സോ പ്രഷർ കൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടി എന്നല്ല നമ്മൾ പറയാ. സോ ബ്ലഡ് പ്രഷർ കൂടി എന്ന് ആലോചിച്ചാൽ മതി. സോ ബോയിലിംഗ് പോയിന്റ് ആണിത്. ബോയിലിംഗ് പോയിന്റ് പ്രഷർ കൂടുമ്പോൾ കൂടി എന്ന് ആലോചിക്കുക. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്താ? പ്രഷർ കൂടുമ്പോൾ കുറയുന്നു ആലോചിക്കുക. ഇത് ഒരുപാട് ഇതിന്റെ യൂസ് വരുന്നില്ലേ? എന്തൊക്കെയാ യൂസ് വരുന്നത്? ഐസ് സ്കേറ്റിംഗ് സാധ്യത ഉണ്ട്, കുക്കിംഗ്, പ്രഷർ കുക്കറിൽ, അങ്ങനത്തെ എക്സാമ്പിളൊക്കെ നമ്മളെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വൃത്തിക്ക് നോക്കുക. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്താക്കാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ അയൺ റോഡ് ആൻഡ് ബ്രാസ് റോഡ് ഫീൽസ് മച്ച് കൂളർ ദാൻ വുഡ് ട്രേ? ഇതാര് ചെയ്യും? നിങ്ങൾ ചെയ്യും. എവിടെ ചെയ്യും? കമന്റ് ബോക്സിൽ ചെയ്യും. കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക? ഇതിന്റെ ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഫ്രം ഇതിൽ നിന്നൊക്കെ ഇതാ വുഡിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് സ്റ്റീലിന്റെ കേസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക? സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ എക്സാമിന് ഒറ്റക്കാണ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഹിന്റ് എടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ഞാൻ ബിയും സിയും എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഞാൻ പറയുന്നതൊക്കെ വൃത്തിക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഞാൻ എപ്പോഴും പറയുന്നു, എന്തായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതിൽ തെറ്റുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് തിരുത്താനും പറ്റും, വേറെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ നോക്കി തിരുത്താനും പറ്റും. സോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. നിങ്ങൾ ആരെയും അടിച്ച് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക ആൻസർ. ഞാൻ വേറെ ഒന്നിനും നിങ്ങളെ നിർബന്ധിക്കണില്ലല്ലോ. നിങ്ങൾ ആൻസർ ചെയ്താനും പഠിക്കാനും മാത്രമേ ഞാൻ നിങ്ങളോട് പറയാനുള്ളൂ. സോ അത് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊടുക്കുക.
ലെറ്റ്സ് ഗോ. എടാ ലെവൽ 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കുക സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യണമല്ല, എനിക്കറിയാം നിങ്ങളൊക്കെ ബിഗിനേഴ്സ് ആണ്. ബട്ട് എന്താക്കുക സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതല്ലടാ. പ്ലീസ് എടാ ഒന്ന് ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ വന്നാൽ മതി, ഞാൻ പറഞ്ഞു തരും, പേടിക്കണ്ട. എന്താടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ അലൂമിനിയം റോഡ് ഓഫ് ലെങ്ത് 4 meter ഈസ് അറ്റ് 25 degrees Celsius and temperature is raised to 75 degrees Celsius. If the coefficient of linear expansion of aluminum is equal to 2.4 into 10 raised to minus 5 degree per degree Celsius, calculate the changing length. ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക്, ഇല്ലെങ്കിൽ വാ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ എന്താക്കണം, തന്നിരിക്കുന്ന വാല്യൂസ് എഴുതണം. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 4 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിൻ്റെ ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 25 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ടെമ്പറേച്ചർ എന്ത് തന്നിട്ടുണ്ട്, 75 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൽഫയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്, ചേഞ്ച് ഇൻ ലെങ്ത് എന്തിന് പ്രപ്പോർഷണൽ ആയിരുന്നു. യെസ്, ചേഞ്ച് ഇൻ ലെങ്ത് പ്രപ്പോർഷണൽ ടു ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇത് നമുക്കറിയാം. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു ഈ പ്രപ്പോർഷണാലിറ്റീനെ മാറ്റം നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതാണ് ആൽഫ. ഒരിക്കലും ഇത് പ്രപ്പോർഷണാലിറ്റി അല്ല. സോ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഈ ആൽഫയാണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. സോ നമുക്കൊക്കെ തന്നിട്ടുണ്ട്. സോ ഇനി വാല്യൂ എടുത്ത് എഴുതിയാൽ പോരെ, ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു ആൽഫ എത്രയാ, 2.4 into 10 raised to minus 5 per degree Celsius ഇൻറ്റു എൽ എത്രയാ, 4 മീറ്റർ ഇൻറ്റു ഡെൽറ്റ ടി എത്രയാ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തായിരുന്നടാ. യെസ്, ഡെൽറ്റ ടി കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ടി ഫൈനൽ മൈനസ് ടി ഇനീഷ്യൽ എന്ന് എഴുതാ. സോ എന്താ, 75 മൈനസ് 25 ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി സെൽഷ്യസ്. സോ ഇൻറ്റു 50 ഡിഗ്രി സെൽഷ്യസ്. സോ ഡിവൈഡഡ് ബൈ ഡിഗ്രി സെൽഷ്യസും ഡിവൈഡഡ് ബൈ എന്താ അല്ല ഇൻറ്റു ഡിഗ്രി സെൽഷ്യസും പോയി. സോ 4 മീറ്റർ ഇൻറ്റു 50 മീറ്റർ, 200 മീറ്റർ. സോ 2.4 ഇൻറ്റു 10 raised minus 5 ഇൻറ്റു 200 മീറ്റർ. അപ്പോൾ ഇതെന്ത് കിട്ടും നമുക്ക്, 480 ഇൻറ്റു 10 raised minus 5 മീറ്റർ എന്ന് കിട്ടും. സോ ഇതിനെങ്ങനെ മാറ്റാം, 2 പോയിന്റ് അങ്ങോട്ട് നോക്കിയാൽ 4.8 ഇൻറ്റു 10 raised minus 3 മീറ്റർ എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ, ഇത് 4.8 മില്ലിമീറ്റർ. സോ അതിൻ്റെ എത്ര ചേഞ്ച് ആവും, 4.8 മില്ലിമീറ്റർ ചേഞ്ച് ആവും. അത്രേ ഉള്ളൂ, സിമ്പിൾ കാൽക്കുലേഷൻ, എളുപ്പമല്ലടാ. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ 3 മോഡ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചിട്ടില്ലേ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. സോ ഇത് എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താക്കുക, തിയറി വൃത്തിക്ക് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ. ഇത് ഞാൻ ഇങ്ങനെ വെറുതെ തിയറി പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി എടുത്ത ക്ലാസ്, നമ്മൾ വെറുതെ എന്തിനാ ലെങ്ത് ആക്കണം. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് വാട്ടർ വിത്ത് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. എന്ന് പറഞ്ഞാൽ എന്താടാ, ഒന്നുമില്ല, 0 ഡിഗ്രി സെൽഷ്യസ് മുതലുള്ള വാട്ടറിന്റെ വേരിയേഷൻ ഓഫ് വോളിയത്തിന്റെ ഗ്രാഫ് വരക്കാൻ. രണ്ടാമത്തെ എന്താടാ, മാർക്ക് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ഹാവ് മാക്സിമം ഡെൻസിറ്റി. ഈ മാക്സിമം ഡെൻസിറ്റി വരുന്ന ടെമ്പറേച്ചർ മാർക്ക് ചെയ്യാൻ. സിമ്പിൾ അല്ലേ, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, അനോമിലസ് ബിഹേവിയർ ഓഫ് വാട്ടർ പഠിച്ചിട്ടുണ്ട്. യെസ്, എന്താ ഒരു ഗ്രാഫ് വരക്കണേ, നമുക്ക് എന്തായിരുന്നു വേണ്ടത്, വൈ ആക്സിസ് ആൻഡ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ നമ്മൾ എന്തെടുക്കും, ടെമ്പറേച്ചർ. വൈ ആക്സിൽ നമ്മൾ എന്തെടുക്കും, വോളിയം. സിമ്പിൾ അല്ലേ. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഇതാണ് എന്ത് 4 ഡിഗ്രി സെൽഷ്യസ്, ഇതാണെന്ത് 0 ഡിഗ്രി സെൽഷ്യസ്. ഗ്രാഫിൽ നിന്ന് ടെമ്പറേച്ചറിലേക്ക് കൂടി പോകുന്നത് അതുവരെ ഓക്കെ. വോളിയം എന്ത് സംഭവിക്കുമായിരുന്നു, വോളിയം ഇങ്ങനെ വാട്ടറിലേക്ക് വരുന്നതോറും കുറഞ്ഞു വന്നതിന് ശേഷം എന്ത് സംഭവിക്കും, വോളിയം കൂടി പോകും. ഇതായിരുന്നല്ലോ വോളിയത്തിന്റെ ടെമ്പറേച്ചറിന്റെയും ഗ്രാഫ്. പക്ക അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി ഡെൻസിറ്റി വരച്ചൂടെ, ഇത് നമ്മൾ പഠിച്ച പോയിന്റ്. ഡെൻസിറ്റിന്റെ എന്തായിരുന്നു, ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആയിരുന്നു. സോ വോളിയം കൂടുമ്പം ഡെൻസിറ്റി കുറയും, ഡെൻസിറ്റി കൂടുമ്പം വോളിയം കുറയും. ഇതാ ഇത് ഇൻവേഴ്സിലി പ്രൊപ്പോർഷൻ അല്ല. സോ വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടും, ഡെൻസിറ്റി കുറയുമ്പോൾ വോളിയം കൂടും. സോ നമുക്ക് ഇതിൽ നിന്ന് വരച്ചൂടെ, ഇതിന്റെ നേരെ എന്ത് സംഭവിക്കും, എക്സ് ആക്സിസ് ടെമ്പറേച്ചർ തന്നെ, വൈ ആക്സിസിൽ ഡെൻസിറ്റി തന്നെ. സോ ഇത് കുറയുന്നാണെങ്കിൽ എന്ത് സംഭവിക്കും, 4 ഡിഗ്രി സെൽഷ്യസിൽ എന്താവും, ഡെൻസിറ്റി കൂടി വരും. കാരണം ഇതിന്റെ ഉൾട്ട സംഭവിക്കും. 4 ഡിഗ്രി ആകുമ്പോൾ ഇവിടുത്തെ കൂടുതലാണ്. സോ ഡെൻസിറ്റി എന്താവും, കുറയും. ഏത് ഡിഗ്രി മാക്സിമം ആവുന്ന പോയിന്റ് നമ്മൾ വരച്ചല്ലോ, 4 ഡിഗ്രി എന്ന് വരച്ചല്ലോ. ഇങ്ങനെ തന്നെ വരച്ച് വെക്കുക, നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടൂലടാ. ഇതൊക്കെ എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തത്, അത്ര മാത്രമേ ഉള്ളൂടാ. അടുത്തതാണ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് കെൽവിൻ, സെൽഷ്യസ്, ഡിഗ്രി ഫാരൻ. ഇതെന്താ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ എന്താണ്, മറ്റേ ഇങ്ങനെ കള്ളിയൊക്കെ വരച്ചിട്ടില്ലേ, അതാണ് സാധനം. സോ സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, ബോയിലിംഗ് പോയിന്റിനെയാണ് സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത്, മെൽറ്റിംഗ് പോയിന്റിനെയാണ് ഐസ് പോയിന്റ് എന്ന് പറയുന്നത്. അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞായിരുന്നു ഏറ്റവും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ലോവസ്റ്റ്, എന്നാൽ അബ്സൊല്യൂട്ട് ടെമ്പറേച്ചറിന്റെ മുകളിൽ എന്താവും റേഡിയേഷൻ എമിറ്റ്, ഇതൊക്കെ പറഞ്ഞു. സോ ഇതിനെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, സ്റ്റീം പോയിന്റ് ഇൻ കെൽവിൻ നമുക്ക് തന്നിട്ടുണ്ട്, സ്റ്റീം പോയിന്റ് സെൽഷ്യസിൽ നമുക്ക് തന്നിട്ടില്ല. അത് ആരെഴുതും,
ആരെഴുതും? നിങ്ങളെഴുതും. എവിടെ എഴുതും? കമൻറ്റ് ബോക്സിൽ എഴുതും. സോ ഇങ്ങനെ എഴുതുക, ABCD ആയിട്ട് നിങ്ങൾ എന്താക്കുക, കമന്റ് ബോക്സിൽ ഈ ഓരോന്നിന്റെ വാല്യൂ എഴുതുക. സോ സ്റ്റീം പോയിന്റ് ഇൻ ഫാരൻഹീറ്റിൽ തന്നിട്ടുണ്ട്, ഐസ് പോയിന്റ് ഇൻ കെൽവിനിൽ തന്നിട്ടില്ല, അപ്പൊ കെൽവിൻ ആയിട്ട് എഴുതുക. സെൽഷ്യസിൽ തന്നിട്ടുണ്ട്, ഫാരൻഹീറ്റിൽ തന്നിട്ടുണ്ട്. അബ്സല്യൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആണെന്ന് നമുക്കറിയാം. അതിനെ നിങ്ങൾ എന്താക്കണം, മറ്റേ സ്കെയിൽ കൺവേർഷൻ ഉപയോഗിച്ചിട്ട് ഡിഗ്രി സെൽഷ്യസിൽ മാറ്റണം, ഡിഗ്രി ഫാരൻഹീറ്റിൽ മാറ്റിയിട്ട് നിങ്ങൾ വാല്യൂ എഴുതൂലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങളോട് പഠിക്കുന്ന ആൾക്കാർക്കും ഗ്രോത്ത് ഉണ്ടാവും. സോ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയി കൊടുക്കുക. അടുത്ത ലെവലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ 4. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിൽ ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരും. സോ അതിലേക്ക് പോയി കൊടുക്കുക. ലെറ്റ്സ് ഗോ. ലെവൽ 4ന്റെ അകത്തുള്ള ആദ്യ ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് ദ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇങ്ങനത്തെ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന നല്ലതാ. എന്താ അവിടെ ഫോർമാറ്റ്? നമ്മൾ ആൻസർ കീ എടുക്കുന്നു, അല്ല ആൻസർ ഷീറ്റ് എടുക്കുന്നു, അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ തിയറിന്റെ പേര് എഴുതുന്നു. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അണ്ടർലൈൻ. എന്താക്കാം, ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തായിരുന്നു ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ബോഡി ആൻഡ് സറൗണ്ടിങ്സ്. ഇതുവരെ പക്ക അല്ലേ? അത് എഴുതി കഴിഞ്ഞതിന് ശേഷം, വൃത്തിക്ക് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ അതിന്റെ ഇക്വേഷൻ അതിന്റെ ഇക്വേഷൻ ഏതാ? എന്താ ഇക്വേഷൻ? -dq/dt is directly proportional to TB - TS. അപ്പൊ നമുക്ക് എന്താക്കാം, ഇങ്ങനെ എഴുതിയതിന് ശേഷം എന്താക്കാം, ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താക്കാം, നല്ല വൃത്തിക്ക് നല്ല കള്ളിയിൽ വരക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ അടിയിൽ TS is equal to temperature of surroundings, TB is equal to temperature of body, K is equal to cooling constant and dq/dt is equal to heat loss minus indicates എന്താ, ഹീറ്റ് ലോസ്. ഇതുവരെ എഴുതി കഴിഞ്ഞാൽ ആ പേപ്പർ നോക്കുന്നവരുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വാവ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേപ്പർ വേറെ കിട്ടുമോ? ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താലുള്ള എല്ലാ തിയറിക്കും ഫോളോ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒന്നുകിലെങ്കിൽ ഇക്വേഷൻ എഴുതാൻ മറന്നു പോകത്തില്ല, അല്ലെങ്കിൽ ഓരോ ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോകത്തില്ല. ഈ ഫോർമാറ്റ് എപ്പോഴും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്താക്കാം, ഒരു ടിപ്പായിട്ട് വെച്ചോ, എളുപ്പമാണ്, മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഐഡിയ മാത്രം. അടുത്ത എന്താ, സ്പെസിഫൈ ദ ഡ്രോബാക്ക് ഓഫ് ദിസ് ലോ. ഈ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആകെ വാലിഡ് ഏതാ? സ്മോൾ ടെമ്പറേച്ചറിലാണ്. സോ ഓൺലി വാലിഡ് ഫോർ സ്മോൾ ടെമ്പറേച്ചർ. പഠിച്ചില്ലേ? ഇനി അടുത്തതാണ് എന്താടാ, ന്യൂമറിക്കൽസ്. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. ഇതേപോലെ അല്ലെങ്കിൽ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിന് മനസ്സിലാവും. പോയി കൂടാ, എന്താടാ നമ്മളെ ക്വസ്റ്റ്യൻ? എ കപ്പ് ഓഫ് ടീ കൂൾസ് ഫ്രം 90 degrees Celsius to 80 degrees Celsius in 4 minutes when the room temperature is 30 degrees Celsius. നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫ്രം 70 degrees Celsius to 65 degrees Celsius അണ്ടർ ദ സെയിം കണ്ടീഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താടാ, നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഫിഗർ ആക്കി മാറ്റുക, എന്നാൽ തന്നെ 50% കംപ്ലീറ്റ് ആയി. സോ നമുക്ക് ഫിഗർ ആക്കി കൂടെ, എ കപ്പ് ഓഫ് ടീ കൂൾസ് ഫ്രം 90 degrees Celsius to 80 degrees Celsius in 4 minutes. അത് ഫിഗർ ആക്കി മാറ്റിക്കൂടെ? നമ്മൾ ആദ്യം കപ്പ് ഓഫ് ടീ വരക്കണം. എന്തായാലും വരക്കല്ലേ, നല്ല ഇറാനി ചായ തന്നെ വരക്കാം. ഇതെന്തായി? 90 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 80 ഡിഗ്രി സെൽഷ്യസ് ആയി. ഏത് കണ്ടീഷനിൽ? 30 ഡിഗ്രി റൂം ടെമ്പറേച്ചറിൽ. സോ അതിന് എത്ര സമയം എടുത്തു? 4 minutes എടുത്തു. ഇതാണ് ആദ്യ ഭാഗം. ആൻഡ് നമ്മൾ ക്വസ്റ്റ്യൻ എന്താ, ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫ്രം 70 ഡിഗ്രി സെൽഷ്യസ് ടു 65 ഡിഗ്രി സെൽഷ്യസ് അണ്ടർ ദ സെയിം കണ്ടീഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ചായ, ഏകദേശം ഇതന്നെ, ഇതേ ചായ ഇതേ കണ്ടീഷനിൽ, ഇതാണ് സെയിം കണ്ടീഷൻ എന്ന് പറയുന്നത്, എന്തായി? 70 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 65 ഡിഗ്രി സെൽഷ്യസ് ആയി. ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എത്ര സമയം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഈ 30 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചറിൽ 90 ഡിഗ്രിയിൽ നിന്ന് 80 ഡിഗ്രി 4 മിനിറ്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ 70 ഡിഗ്രിയിൽ നിന്ന് 65 ഡിഗ്രി ആവാൻ എത്ര മിനിറ്റ് എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് പഠിച്ചിട്ടില്ലേ? എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് ലോസ് ഈസ് ഈക്വൽ ടു എന്താ, K ഇൻറ്റു T1 മൈനസ് T2 എന്ന് പഠിച്ചിട്ടില്ലേ? ഇതെന്ത് ഫോമാടാ? ഇത് ന്യൂട്ടൺസ് ലോന്റെ ഹീറ്റിന്റെ ഫോമാ. ഇതേപോലെ ഈ ന്യൂട്ടൺസ് ലോക്ക് എന്തുണ്ട്, ടെമ്പറേച്ചറിന്റെ ഫോം ഉണ്ട്. അത് നമ്മൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഒന്നുമില്ല, ഈ ക്യൂക്ക് പകരം എന്താക്കുക, DT കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് ചേഞ്ച് ആണ്. ഹീറ്റ് മാറുന്നതുകൊണ്ട് ടെമ്പറേച്ചർ മാറില്ല, അത്ര തന്നെയേ ഉള്ളൂ. DT ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, K ഇൻറ്റു ഇവിടെ TA മൈനസ് TR ആണ്. ഈ TAയും TRും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൂളിംഗ് കോൺസ്റ്റന്റ്. അത് നമുക്കറിയാം. TA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവറേജ് ടെമ്പറേച്ചർ ആണ്. ഇതെന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചർ ആണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? Kന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്തൊക്കെ അറിയണം? DT അറിയണം, DT അറിയണം, TA അറിയണം, TR എന്നറിയാം. DT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. 90 നിന്നും 80 ആവുന്നു.
ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാ 10 ഡിഗ്രി. അത് നമുക്കറിയാം. ഈ സ്മോൾ ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈമാണ്. അതെന്താണ് 4 മിനിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ടി ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയും ആവറേജാണ്. സോ 90 + 80 ഡിവൈഡഡ് ബൈ 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടി ആവറേജ് കിട്ടി. അതും നമുക്കറിയാം. ടി ആർ എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ. ഇതിൽ നിന്ന് ഇതിന്റെ വാല്യൂ വെച്ച് ബാക്കി എല്ലാത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? സോ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് 10 ഡിഗ്രി സെൽഷ്യസ് വരിക. കാരണം 90 80 ആയി. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 10 ഡിഗ്രി. സോ ഈ സ്മോൾ ഡി ടി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ്സ് അത് നമുക്ക് തന്നിട്ടുണ്ട്. ടി ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു 90 + 80 ഡിവൈഡഡ് ബൈ 2. ഇതിന്റെ ആവറേജ് അതെത്ര കിട്ടും നമുക്ക്? 90 80 170. സോ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് 85 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ആൻഡ് നമുക്ക് പിന്നെ ടി ആർ എന്ത് തന്നിട്ടുണ്ട്? 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തൂടെ? ഇക്വേഷനിൽ കൊടുത്താൽ എന്താ വരുക? എളുപ്പമല്ലേ? ഡി ടി എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 4 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്ത് വരും? 85 മൈനസ് എന്ത് കിട്ടും? 30 കിട്ടും. അപ്പം എന്താവും? ഇതിൽ നിന്നും ഇതെന്താ? ഇതിനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 2. സോ 2.5 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 55 കെ എന്ന് കിട്ടും. സോ കെ ഈസ് ഈക്വൽ ടു 2.5 ഡിവൈഡഡ് ബൈ 55 എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ ഏകദേശം വരിക 0.045 എന്നാണ്. സോ നമുക്ക് കെൻ്റെ വാല്യൂ കിട്ടി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് പക്ക അല്ലേ? ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ വൃത്തിക്ക് മനസ്സിലാക്കുക. കാരണം ഇതേപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സോ കെൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഈ കൂളിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലേ? ബാക്കി നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്താ നമുക്ക് അടുത്ത അറിയാത്ത എന്ത് മാത്രമാ? ഇതിലുള്ള ഡി ടി മാത്രം അറിയാത്ത. നമുക്ക് കെൻ്റെ വാല്യൂ കിട്ടി. ഈ കണ്ടീഷനിലുള്ള കെൻ്റെ വാല്യൂ കിട്ടി. അവിടെ വെക്കുക. ഇതിൽ നിന്നും ഡി ടി നമുക്കറിയാം 70 നിന്നും 65 ആയി. അപ്പം ഡി ടി എത്രയാ? 5 ഡിഗ്രി. അതിൽ നിന്ന് ടി ആവറേജ് നമുക്ക് കാണാം. ടി ആർ നമുക്കറിയാം. സോ നമുക്ക് ഡി ടി അല്ലേ നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്. കാരണം ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെത്ര സമയം എടുക്കുന്നുണ്ട് എന്ന്. സോ അത് അപ്ലൈ ചെയ്തൂടെ? എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഇതിൽ കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ്റെ അകത്ത് സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് എന്തെടുക്കാം? ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 നിന്ന് 65 ആവുന്നു 5 ഡിഗ്രി സെൽഷ്യസ്. പക്ക അല്ലേ? സിമ്പിൾ അല്ലേ? നിങ്ങൾ എന്താക്കുക? ലാഗ് ആവുന്നുണ്ട് 2x ഇട്ട് കേൾക്കുക. പക്ഷേ നിങ്ങൾ ഇതെന്തായാലും നിർബന്ധമായിട്ടും കേട്ടിരിക്കണം. ആൻഡ് സ്മോൾ ഡി ടി ആണ് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്ക് പിന്നെ ടി ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 70 + 65 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും? 67.5 എന്ന് കിട്ടും. ആൻഡ് ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്താ ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ഒന്ന് പെന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാവും? ഞാൻ ഇവിടെ ഇതുണ്ട്, അവിടെ സ്ഥലമില്ല. ഇക്വേഷൻ എന്താവും? ഡി ടി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ടി നമുക്ക് കിട്ടിയത് എത്രയാ? 5 ഡിഗ്രി ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? കെ എത്രയാ? 0.045 ഇൻറ്റു എന്ത് കിട്ടും? ടി ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67.5 67.5 മൈനസ് 30 എന്ന് കിട്ടും. ഇത് എളുപ്പമല്ലേ? ഡി ടി 5 ഡിഗ്രി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0.045 ഇൻറ്റു എന്ത് കിട്ടും? 37.5 എന്ന് കിട്ടും. സോ ഡി ടി ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ ഇതെന്താ? അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ ഡി ടി ആ. ഇതിങ്ങോട്ട് വരുമ്പോൾ ഈ സാധനം മൊത്തം ഡിവൈഡഡ് ബൈ ആവും. 0.045 ഇൻറ്റു 37.5. ഈ വാല്യൂ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ ടൈം കിട്ടും. ഇത് ഏകദേശം കിട്ടുക 2.9 മിനിറ്റ് എന്നാണ്. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2.9 മിനിറ്റിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. അതാണ് നമ്മൾ ഉത്തരം. എളുപ്പമല്ലടാ, മനസ്സിലായില്ലടാ, സിമ്പിൾ അല്ലടാ. ഇതൊന്നുകൂടി കേട്ട് നോക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. നമുക്കൊരു ഫിഗർ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടാ. എന്താ ക്വസ്റ്റ്യൻ? വിച്ച് അമംഗ് ദ ഫോളോയിങ് റെപ്രസെന്റ് കൂളിംഗ് കർവ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണടാ കൂളിംഗ് കർവ് എന്ന് നിങ്ങൾ ആദ്യം എന്ത് ശ്രദ്ധിക്കുക? ഇത് എക്സ് ആക്സിസിൽ ടൈമാണ്, വൈ ആക്സിസ് ടെമ്പറേച്ചർ ആണ്. ഈ 4 ഫിഗറിലും അതാണെന്ന് ആദ്യം നോട്ട് ചെയ്യുക. നിങ്ങൾ രണ്ടാമത്തെ ഫിഗർ ഒന്ന് നോക്കിയേ. ടൈം കൂടി വരുന്നുണ്ട്. അതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ടൈം കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ടൈം കൂടുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അതേ സ്ഥാനത്ത് കൂളിംഗ് കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. സോ സമയം കഴിയുന്തോറും എന്താ ചെയ്യുക? അതിന് ഹീറ്റ് ലോസാ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയാ ചെയ്യുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടൈം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടിയേ വരുന്നത്. സോ ഈ ഗ്രാഫ് അല്ലാതെ മനസ്സിലായി? സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമത്തെ ഗ്രാഫ് നോക്കിയേ. ടൈം കൂടി വരുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഗ്രാജുവലി കുറഞ്ഞു വരിക. ഇതാ ആദ്യം ഈ ടൈമിൽ ടെമ്പറേച്ചർ ഇതായിരുന്നു.
ഈ ടൈമിൽ ടെമ്പറേച്ചർ അതായിരുന്നു. പിന്നെ ഈ ടൈം ആയപ്പോൾ ടെമ്പറേച്ചർ എന്തായി? ഇതായി. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇവിടുന്ന് കുറഞ്ഞില്ലേ? സോ ടൈം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ടൈം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. പക്ഷെ എങ്ങനെയായിരുന്നു കുറയുക? ന്യൂട്ടൺസ് ലോയിൽ ആദ്യം ടെമ്പറേച്ചർ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ആദ്യത്തേതിന് പെട്ടെന്ന് കുറയലുണ്ടാവും, പിന്നെ മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. സോ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ഇത് ഒരേപോലെ കുറഞ്ഞു വരുന്നതാണ്. സോ എന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ ഈ ടൈമിൽ മെല്ലെ കുറഞ്ഞു, അങ്ങനല്ല, ഒരേപോലെ ഒരേ റേറ്റ് കുറയുന്ന. സോ ഇതുമല്ല. കാരണം എന്താ? കൂളിംഗ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. സോ ഡിഫറൻസ് കുറഞ്ഞു വരുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ ഹീറ്റ് ലോസിന്റെ റേറ്റും കുറഞ്ഞു വരുന്നുണ്ട്. സോ അതവിടെ വെക്കുക. ഒന്നാമത്തെ ഫിഗർ നോക്കിയേ. ടൈം കുറയുന്നതിനനുസരിച്ചും ടൈം കൂടുന്നതിനനുസരിച്ചും ഇത് എങ്ങനെയാ കുറഞ്ഞു വരുന്നത്? ആദ്യം നല്ല സ്പീഡിലല്ല, മെല്ലെ കുറഞ്ഞ് പിന്നെയാണ് സ്പീഡ് കുറയുന്നത്. സോ അതുമല്ല ടെമ്പറേച്ചർ ഡിഫറൻസ്. ആദ്യം ഇപ്പോൾ 80 ഡിഗ്രി 10 ഡിഗ്രി ഡിഫറൻസ് എന്ന് വെച്ചോ. സോ ഏതായിരിക്കും പെട്ടെന്ന് കുറയുക? 80 ഡിഗ്രി എന്നല്ലേ? കാരണം നമ്മളെ ചായ 80 ഡിഗ്രി, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ 10 ഡിഗ്രി. ആദ്യം ചായയിൽ നിന്ന് പെട്ടെന്ന് ഹീറ്റ് എന്താവും? പുറത്തേക്ക് പോവില്ലേ? അപ്പോൾ എന്തിനാ? ആദ്യം പെട്ടെന്ന് കുറയും, ഇത് ആദ്യം മെല്ലെ കുറയണുള്ളൂ. സോ ഇവിടെ നമ്മൾ നോക്കിയ ഫിഗർ ഡി. എന്താ ഫിഗർ ഡി? ടൈമിനനുസരിച്ച് എന്താവുന്നു? ടെമ്പറേച്ചർ പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നു. ആദ്യം ടൈം ഇതാന്ന് വെച്ചോ, അതിന്റെ ടെമ്പറേച്ചർ ഇത് കിട്ടി. പിന്നെ ടൈം ഇത്രയാവുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ പെട്ടെന്ന് ഡ്രോപ്പായ കണ്ടോ? ഇത്രയും ഡ്രോപ്പായ കണ്ടോ? ഈ ടൈമിൽ ഈ ടെമ്പറേച്ചർ, ഈ ടൈമിൽ ഈ ടെമ്പറേച്ചർ. സോ പെട്ടെന്ന് ഡ്രോപ്പായ കണ്ടോ? ആദ്യം എന്താ? പിന്നെ നോക്കിയാൽ നിങ്ങൾ ഈ ടൈമിൽ ടെമ്പറേച്ചർ ഇത്ര മാത്രമേ ഡ്രോപ്പ് ആവുന്നുള്ളൂ, ഈ ടെമ്പറേച്ചറിൽ ഇത്ര മാത്രമേ ഡ്രോപ്പ് ആവുന്നുള്ളൂ. സോ ടൈം കുറയുന്നതിനനുസരിച്ച് പിന്നെ കൂടി വരുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡ്രോപ്പ് കുറഞ്ഞു വരുന്നു. സോ ഏതായിരിക്കും കൂളിംഗ് കർവിന്? ഇതല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് ഫ്ലോ. നേരത്തെ ഹീറ്റ് ലോസ് ആയിരുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് ഫ്ലോ ഇഫ് ദ ഓൺ എൻഡ് ഓഫ് മെറ്റാലിക് റോഡ് ഈസ് ഹീറ്റഡ്. ഇവിടെ സംഭവിക്കുന്നത് കണ്ടക്ഷൻ ആണ്. ഒരു സൈഡിൽ മെറ്റാലിക് റോഡ് ചൂടാക്കി, അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് ഫ്ലോന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് ഫ്ലോ ഒരിക്കലും ഹീറ്റ് ലോസ് അല്ലേ ഇവിടെ. കാരണം ഇത് മെറ്റാലിക് ആണ്, ചൂടാക്കി കഴിഞ്ഞാൽ കണ്ടക്ഷൻ സംഭവിക്കും. അതിന്റെ റേറ്റ് ചേഞ്ച് ആണ് നമുക്ക് ചോദിച്ചത്. എന്തിന് പറഞ്ഞിരുന്നു? നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ്. വീണ്ടും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? അതിന്റെ ലെങ്തിനാണ്. നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ വൃത്തിക്ക് പറഞ്ഞു. അത് അറിയേണ്ടവർ ചാപ്റ്ററിലെ ക്ലാസ് പോയൊന്ന് കാണട്ടോ. സോ dq/dt ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? KA ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എഴുതി വെക്കുക, കള്ളിയിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? T1 minus T2 is equal to temperature difference. L is equal to length of the road. A is equal to area of cross section. K is equal to thermal conductivity. And dq/dt is equal to റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഒന്നും കൂടി എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂലേ? ഇനി ലാസ്റ്റ് ടൈം ഫൈനൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതിലേക്ക് പോയി കൂടാ. ലെറ്റ്സ് ഗോ. ക്വസ്റ്റ്യൻ ഒന്നുമില്ലടാ, മാച്ച് ദ ഫോളോയിങ്. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ് ചേഞ്ചിന്റെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ AB എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, BC CD DE EF ഈ പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ കോളത്തിനനുസരിച്ച് ഈ കോളം മാച്ച് ചെയ്യുക, ഈ കോളത്തിനനുസരിച്ച് ഈ കോളം മാച്ച് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, BC എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ എന്തായിരുന്നു സംഭവിക്കുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആവുന്നു. സോ ഐസിൽ നിന്ന് വാട്ടർ ആവുന്ന പ്രോസസ് എന്തായിരുന്നു? യെസ്, വെരി ഗുഡ്, സിമ്പിൾ, മെൽറ്റിംഗ്. പക്ക അല്ലേ? ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ എടുത്തോണ്ടാട്ടോ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നത്. കാണാത്തവർ വേണമെങ്കിൽ പോയി കാണാം. DE എന്ന് പറഞ്ഞ പോയിന്റ് ഏതായിരുന്നു? ഇവിടെ എന്താ? 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വേപ്പർ ആകുന്ന പ്രോസസ്. ആ വാട്ടറിൽ നിന്ന് വേപ്പർ ആകുന്ന പ്രോസസ് എന്തായിരുന്നു? വേപ്പറൈസേഷൻ. സിമ്പിൾ. അടുത്ത എന്താടാ? ഈ BC എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? BC എന്ന് പറഞ്ഞ പോയിന്റിൽ ആ സാധനത്തിന്റെ സ്റ്റേറ്റ് എന്താണ്? BC എന്ന് പറഞ്ഞ പോയിന്റിൽ അത് വാട്ടർ ആണോ? അല്ല. BC എന്ന് പറഞ്ഞ പോയിന്റിൽ അത് ഐസ് ആണോ? അല്ല. അത് പാർഷ്യലി സോളിഡ് ആൻഡ് വാട്ടർ ആണ്. ഐസും പാർഷ്യലി എന്താണ്? ഐസും ആണ്, പാർഷ്യലി അത് വാട്ടർ ആണ്. സോ മെൽറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എന്താ വരിക? പാർഷ്യലി സോളിഡ് ആൻഡ് വാട്ടർ, ഇങ്ങനെയാണ് വരിക. അടുത്തെന്താ? DE എന്ന് പറഞ്ഞ പോയിന്റ് വേപ്പറൈസേഷൻ ആണെന്ന് പറഞ്ഞു. അവിടെ വാട്ടർ ആണോ സ്റ്റേറ്റ്? അല്ല. ഐസ് ആണോ സ്റ്റേറ്റ്? അല്ല. അത് പാർഷ്യലി ലിക്വിഡ് ആൻഡ് വേപ്പർ ആണ്. സോ ഇങ്ങനെ വരും. ഇത് പക്ക അല്ലേ? മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ സ്ലോപ്പ് ഓഫ് AB ആൻഡ് CD ആർ ഡിഫറെന്റ്? ഈ AB എന്ന് പറഞ്ഞ സ്ലോപ്പും പിന്നെ നമുക്ക് പറഞ്ഞ സ്ലോപ്പ് CD എന്ന് പറഞ്ഞ സ്ലോപ്പും നിങ്ങൾ ശ്രദ്ധിച്ചോ?
ഒന്ന് പെട്ടെന്ന് കൂടുന്നുണ്ട്, ഒന്ന് മെല്ലെ കൂടി വരുന്നുള്ളൂ. ഇത് ഇങ്ങനെയാണ്. അതെന്തുകൊണ്ടാ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ഐസ്. നമ്മൾ പറഞ്ഞു, ചാപ്റ്ററിൽ പറഞ്ഞു. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് കൊടുക്കും തോറും അത് ചൂടാവുകയാണ്. വാട്ടറിന്റെ കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഹീറ്റ് കൊടുത്താലേ അതിന്റെ ടെമ്പറേച്ചർ കൂടും. സോ ഇവിടെ കുറച്ച് ഹീറ്റ് കൊടുക്കും, ഇതല്ലേ ഹീറ്റിന്റെ ആക്സിസ്. സോ കുറച്ച് ഹീറ്റ് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ ടെമ്പറേച്ചർ എന്തായി? പെട്ടെന്ന് കൂടി 0 ഡിഗ്രിയിലെത്തി. ഇതൊരു -20 കൺസിഡർ ചെയ്തോ. സോ പെട്ടെന്ന് കൂടി 20-ലെത്തി. അതേ സ്ഥാനത്ത് ഇതിന് ഇത്ര ഹീറ്റ് കൊടുക്കേണ്ട വന്നു, എന്ത് 0-ൽ നിന്നും 100 ഡിഗ്രിയിലേക്ക് പോവാൻ. സോ എന്തുകൊണ്ടാണ് അതിന്റെ ഡിഫറൻസ്? ഇതിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഐസ്. നിങ്ങൾ എഴുതൂലേ? എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താക്കുക, അതിന് കുറച്ച് സ്ഥലം വേണം, ഞാൻ മാറ്റി ഇവിടെ എഴുതാം. നിങ്ങൾ ഇതെന്താക്കി എഴുതിയെടുക്കാം. ലെറ്റ്സ് ഗോ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഒന്നുമില്ലടാ, നോക്കാം. When 0.15 kilogram of ice at 0 degrees Celsius mixed with the water of mass 0.3 kilogram at 50 degrees Celsius in a container, the resulting temperature is 6.7 degrees Celsius. Calculate the latent heat and fusion of ഐസ്. നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ന്യൂമറിക്കൽ പ്രോബ്ലം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫിഗർ ആക്കി മാറ്റണം. എന്താ ക്വസ്റ്റ്യൻ? നമ്മൾ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് എടുത്തു. എത്ര? 0.15 കിലോഗ്രാം ഉള്ള ഐസ് എടുത്തു. ആൻഡ് 0.3 കിലോഗ്രാം ഉള്ള 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറും അതിൽ തന്നെ എടുത്തു. അതിന് വേറെ കോണ്ടാക്ട് ഒന്നുമില്ല, കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ്. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറായി മാറി. അതിൽ നിന്ന് നമുക്ക് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ഫിഗർ വരയ്ക്കേ. നമ്മളെടുത്തൊരു കണ്ടെയ്നർ ഉണ്ട്. സോ ഈ കണ്ടെയ്നർ ഇങ്ങനെ വരച്ചു, നല്ലൊരു കണ്ടെയ്നർ വരച്ചു. അതിലെന്തുണ്ട്? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള എത്ര? 0.15 കിലോഗ്രാം മാസുള്ള ഐസ് ഉണ്ട്. അതിൻ്റെ കൂടെ എന്തിട്ടു നമ്മൾ? 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള എത്ര? 0.3 കിലോഗ്രാം മാസുള്ള വാട്ടർ ഇട്ടു. ഇതിന് പിന്നെ എന്ത് സംഭവിച്ചു? ഇത് എന്തായി? 6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറായി. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ പക്കായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? നമ്മളോട് ചോദിച്ചത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കണ്ടുപിടിക്കാനാണ്. എടാ, ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കണ്ടെയ്നറിനകത്ത് ഐസും വെള്ളവും എടുത്തു. കുറച്ച് സമയത്ത് കഴിഞ്ഞപ്പോൾ ആ ഐസ് ഉരുകി വെള്ളമായി മാറി. ഇതാണല്ലോ ഇവിടെ നടക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഈ 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിൻ്റെ അകത്ത് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിനേക്കാളും മോർ ഹീറ്റ് ഉണ്ടല്ലോ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. സോ ഇവിടെ എന്തായി? ഹീറ്റ് കുറഞ്ഞതിലേക്ക് ഹീറ്റ് കൂടിയതിൽ നിന്ന് ഹീറ്റ് ഫ്ലോ ചെയ്ത്, അപ്പോൾ ഐസിന് ഒരു ഹീറ്റ് കിട്ടി, അത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് അത് വെള്ളമായി മാറി. അതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഇവിടെ പുറമേ ആയിട്ടൊരു ടെമ്പറേച്ചറോ ഹീറ്റോ ആയിട്ട് ഒന്നും ഇതിന് ഡിപ്പെൻഡൻസ് ഇല്ല. കാരണം എന്ന് പറയുന്നത് ഇതൊരു കണ്ടെയ്നറിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ കേസ് മാത്രം എടുത്താൽ മതി. ഞാൻ ഇവിടെ പറയുന്ന പോയിന്റ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ നിന്ന് കൊടുക്കുന്ന ഹീറ്റ് ആണല്ലോ ഐസിന് കിട്ടിയ ഹീറ്റ്. വാട്ടറിന് പോയ ഹീറ്റ് ആണല്ലോ ഐസിന് കിട്ടിയ ഹീറ്റ്. സോ ആ വാട്ടറിന് എത്ര ഹീറ്റ് പോയോ ആ എത്ര ഹീറ്റ് എന്താക്കി ഐസ് ഗെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സോ ഇവിടെയുള്ള കൺസെപ്റ്റ് ആകെ വരുന്നത് എന്താ? ഹീറ്റ് ലോസ് ബൈ വാട്ടർ. ഇത് മാത്രം മതി നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഹീറ്റ് ലോസ് ബൈ വാട്ടർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ ഐസ്. ഇതാണ് നമ്മളെ എന്ത് കൺസെപ്റ്റ്. എത്ര ഹീറ്റാണോ വാട്ടറിന് പോയത് അത്രയും ഹീറ്റാണ് എന്ത് ഐസിന് കിട്ടിയത്. അതവിടെ വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തേത്. എന്തൊക്കെ തന്നിട്ടുണ്ടാ? മാസ് ഓഫ് ഐസ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഐസ് എത്രയാ? 0.15 കിലോഗ്രാം. ആൻഡ് മാസ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. എന്താ? 0.3 കിലോഗ്രാം. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ഐസ് തന്നിട്ടുണ്ട് 0 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് 50 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട് വാട്ടറിൻ്റെ. എത്രയാ? 4186. ആൻഡ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്തറിയാം? ഹീറ്റ് ഓഫ് ലോസ് ഓഫ് വാട്ടർ ഈസിക്കൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ഐസ് എന്നറിയാം. സോ ഫസ്റ്റ് നമുക്ക് എന്താ? ഹീറ്റ് ലോസ് ഓഫ് വാട്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വാല്യൂ കിട്ടും. ആൻഡ് ഹീറ്റ് ഗെയിൻ ബൈ ഐസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ കിട്ടും. സോ അതിൽ നിന്നും നമുക്ക് LF കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിലേക്ക് പോയിക്കൂടെ? ഹീറ്റ് ലോസ് ഓഫ് വാട്ടർ എന്താ? ഒന്നുമില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മളെ കയ്യിൽ 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ഉണ്ടായിരുന്നു. അതെന്തായി? 6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറായി. അന്നേരം എന്ത് സംഭവിച്ചു? ഇതിന് ഹീറ്റ് ലോസ് സംഭവിച്ചു. അതാണല്ലോ ഡെൽറ്റ ക്യൂ. ഈ ഡെൽറ്റ ക്യൂ എന്തിനു പ്രൊപ്പോർഷണാലിറ്റി ആയിരുന്നു? നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്താ? ഇത് മാസിനും അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസിനും പ്രൊപ്പോർഷണൽ ആയിട്ടിരുന്നു. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഈ വാല്യൂസ് ഒക്കെ നമുക്കറിയില്ലേ? സോ ഡെൽറ്റ ക്യൂ ലോസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുടാ?
എസ് എത്രയാ 4186 ഇൻറ്റു എം എത്രയാ മാസ് ഓഫ് വാട്ടർ എത്രയാ 0.3 ആൻഡ് ഡെൽറ്റ ടി എത്രയാ 50 നിന്നും 6.7 ആയി. സോ അതിൽ വരുന്ന ഡെൽറ്റ ടി 50 മൈനസ് 6.7 ഈ വാല്യൂ ചെയ്ത് ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതവിടെ വെക്കുക. അടുത്ത രണ്ടാമത്തെ സംഭവം ഹീറ്റ് ഗെയിൻ ബൈ ഐസ്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹീറ്റ് ഗെയിൻ ബൈ ഐസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് എന്തായി 6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആണോ ആവുന്നത്? അല്ല, നമ്മൾ കുട്ടിയൊക്കെ അറിയാം ആദ്യം അത് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആവുക. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. സോ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആയി, എന്നിട്ട് അതെന്താവും 6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ ആവും. സോ ഇവിടെ ഹീറ്റ് ഗെയിൻ ചെയ്യുന്നതാണ് എന്ത്? ഈ ഇവിടെ ടെമ്പറേച്ചർ മാറുന്നില്ല, അതുകൊണ്ട് ഉണ്ടാകുന്ന ഹീറ്റ് ഗെയിൻ എന്തായിരുന്നടാ? എം ആണ്. ഈ എൽ ആണ് എന്താടാ? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇതാണ് Q1. ഈ പ്രോസസ്സിൽ നടക്കുന്ന Q1. സോ ഇവിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഡെൽറ്റ Q2 എന്തായിരുന്നു? 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ 6.7 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറായി. ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്തിന് പ്രൊപ്പോർഷനാ? എം എസ് ഡെൽറ്റ ടിക്ക് പ്രൊപ്പോർഷനാണ്. അതാണ് Q2. അപ്പം ഇവിടെ ടോട്ടൽ ഉണ്ടാകുന്ന ഹീറ്റ് ഗെയിൻ എന്താ? ഡെൽറ്റ Q ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കിട്ടിയ ടെമ്പറേച്ചറും അല്ലേ? സോ ഡെൽറ്റ Q1 പ്ലസ് ഡെൽറ്റ Q2 എന്ന് കിട്ടും. സോ ഇതിന്റെ വാല്യൂസ് നമുക്ക് എഴുതി കൂടെ. ഡെൽറ്റ Q1 എത്രയാ? LF നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന്റെ മാസ് എത്രയാ? മാസ് ഓഫ് ഐസ് എത്രയാ? 0.15 kg എന്ന് കിട്ടും. ആൻഡ് പ്ലസ് അടുത്ത ഡെൽറ്റ Q2 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എം എത്രയാ? മാസ് ഓഫ് ഇത് എത്രയാ വരുന്നത്? 0.15 എന്നാ വരിക. ആൻഡ് എസ് എത്രയാ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാ? 4186. ആൻഡ് ഡെൽറ്റ ടി എത്രയാ? ഇവിടെ 0 നിന്നും 6.7 ആവുന്നു. സോ എത്ര ഡെൽറ്റ 3? 6.7. ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. ഞാൻ 1 മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് രണ്ടാണ് കേട്ടോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ്. ഇതെങ്ങനെയാണ് വന്നത്? 0.15 LF പ്ലസ് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4207 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? ഹീറ്റ് ലോസും കിട്ടി, ഹീറ്റ് ഗെയിനും കിട്ടി. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് എഴുതി കൂടെ. അത് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഹീറ്റ് ലോസ് ഓഫ് വാട്ടർ എത്രയാ? 54376.14 നമ്മൾ എടുക്കണില്ല. ജൂൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഈ ഹീറ്റ് ഗെയിൻ എന്ന് കിട്ടി 0.15 LF എന്ത് കിട്ടും? പ്ലസ് 24207 എന്ന് കിട്ടും. സോ LF കാണാൻ എന്ത് ചെയ്യണമായിരുന്നു? 0.15 LF എന്ത് കിട്ടും? 54376 പ്ലസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 4207 എന്നാവും. ആൻഡ് 0.15 ഇവിടെ ഉണ്ടാവും. അതെന്താവും? മൾട്ടിപ്ലൈഡ് ബൈ ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ ആവും. സോ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടൂലേ? അതാണ് എന്താടാ? ലാറ്റന്റ് ഹീറ്റ് ഫ്യൂഷൻ ഓഫ് ഐസ്. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ്. ഞാൻ പറയുന്നു, എൻ്റെ ക്ലാസ് കണ്ട കുട്ടികളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സീരീസ് എളുപ്പത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. ആ ക്ലാസ് ആകെ എത്ര മണിക്കൂർ? 4 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തെങ്കിലും ആകെ 2.5 മണിക്കൂറാണ് ആ ചാപ്റ്റർ മൊത്തത്തിൽ വരുന്നത്. അത് നിങ്ങൾ 2x ഇട്ട് സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 1.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം? അത് കംപ്ലീറ്റ് ചെയ്യാം. അത് പഠിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സീരീസ് കാണുന്നതെങ്കിൽ നിങ്ങൾ പിക്ചർ പെർഫെക്റ്റ് ആവും. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ എക്സാമിന് ടഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമ്മളെ കുട്ടികൾക്ക് എന്താ? ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ഈ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്, ക്ലാസ് കണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താക്കുക? ഇനിയിപ്പോൾ റിവേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പക്കായി. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതും കൂടി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയി തന്നെ ഞാൻ പറയും. നിങ്ങൾക്ക് അക്കാര്യത്തിൽ വിശ്വസിക്കുക, നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പഠിക്കുക. ആൻഡ് ബാക്കി ചാപ്റ്റേഴ്സായിട്ട് ഞാൻ പിന്നെ വരും. നിങ്ങളോട് എന്താ പറയുക, ഒന്നും പറയണില്ല. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് അയച്ചു കൊടുക്കുക. അവർക്കും ആണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ മറ്റേ നിങ്ങൾക്ക് വേണേൻ്റെ ഒരു കൂട്ടുകൂടാതിരിക്കാം, അതൊന്നും ഞാൻ പറയണില്ല. അത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്ത ചാപ്റ്ററായിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ. പോയിരുന്ന് പഠിക്കടാ.